കണ്ണൻ്റെ വൃന്ദാവനം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ലക്ഷ്മി ദേവിയുടെ ഒരു വിശിഷ്ടമായ സ്തോത്രമാണ്. നിങ്ങളേവരും ലക്ഷ്മി ദേവിയുടെ ഒരുപാട് സ്തോത്രങ്ങളും കീർത്തനങ്ങളും ജപിക്കുന്നുണ്ടാവും. ദക്ഷിണലക്ഷ്മി സ്തോത്രം എന്ന ഈ മഹത്തായ സ്തോത്രം അർത്ഥം അറിഞ്ഞ് നിത്യവും ജപിച്ചു നോക്കൂ. ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയാവുന്നതാണ്. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ എല്ലാവർക്കും 2 നേരവും നാമം ജപിക്കാനുള്ള സമയമൊന്നും ലഭിക്കുന്നുണ്ടാവില്ല. ജപിക്കുന്നവരും ഉണ്ടാവും കേട്ടോ. ഈ സ്തോത്രം നിത്യവും ഏവർക്കും ജപിക്കാവുന്നതാണ്. അക്ഷരത്തെറ്റില്ലാതെ ജപിക്കണമെന്ന് മാത്രം. ഒരു വെള്ളിയാഴ്ചയാണ് ഈ സ്തോത്രം ജപിക്കാൻ തുടങ്ങുന്നതെങ്കിൽ ഉത്തമമാണ്. അല്ലാത്ത ദിവസങ്ങളിലും ജപിക്കാൻ തുടങ്ങാം. സന്ധ്യാനേരത്ത് വിളക്ക് വെച്ച് 11 തവണയാണ് ഈ സ്തോത്രം ജപിക്കേണ്ടത്. മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ച് ആ വരികളുടെ അർത്ഥം ഉൾക്കൊണ്ട് 11 തവണ ഈ സ്തോത്രം ജപിച്ചു നോക്കൂ. നിങ്ങൾക്ക് മാറ്റം തിരിച്ചറിയാൻ സാധിക്കും. മന്ത്രത്തിൻ്റെ വരികൾ: ത്രൈലോക്യ പൂജിതേ ദേവി കമലാ വിഷ്ണുവല്ലഭേ യയാ തവം അചലാ കൃഷ്ണേ തഥാ ഭവമയി സ്ഥിരാ കമലാ ചഞ്ചലാ ലക്ഷ്മീ ചലാഭൂതിർ ഹരിപ്രിയ പത്മപത്മാലയാ സമ്യക് ഉച്ചൈശ്രീ പത്മധാരിണി. ദ്വാദശൈതാനി നാമാനി ലക്ഷ്മീർ സംപൂജ്യ യാ പഠേത് സ്ഥിരാ ലക്ഷ്മീർ ഭവേത് തസ്യ പുത്രധരാ അഭിസഹ. ഇതി ശ്രീ ദക്ഷിണലക്ഷ്മി സ്തോത്രം സമ്പൂർണ്ണം. ഇനി ഈ മന്ത്രത്തിൻ്റെ വരികളുടെ അർത്ഥം നോക്കാം. ത്രൈലോക്യ പൂജിതേ ദേവി കമലാ വിഷ്ണുവല്ലഭേ യയാ തവം അചലാ കൃഷ്ണേ തഥാ ഭവമയി സ്ഥിര. എന്താണ് അർത്ഥമെന്ന് നോക്കാം. 3 ലോകങ്ങളിലും ആരാധിക്കപ്പെടുന്ന ദേവിയും വിഷ്ണുദേവൻ്റെ പത്നിയും കൃഷ്ണൻ്റെ ദിവ്യ പങ്കാളിയുമായ ലക്ഷ്മി ദേവി, എൻ്റെ വീടിനെയും ജീവിതത്തെയും നിൻ്റെ സാന്നിധ്യത്താൽ എന്നേക്കുമായി അലങ്കരിക്കണമെന്ന് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കമലാ ചഞ്ചലാ ലക്ഷ്മി ചലഭൂതിർ ഹരിപ്രിയ പത്മപത്മാലയാ സമ്യക് ഉച്ചൈശ്രീ പത്മധാരിണി. ലക്ഷ്മി ദേവിയെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ് ഈ വരികൾ. എല്ലാം ചലിപ്പിക്കുന്ന ദേവിയും ഐശ്വര്യത്തിൻ്റെ ദേവതയും ഹരിയുടെ പ്രിയയും താമരയിൽ വസിക്കുന്നവളുമാണ് ലക്ഷ്മി ദേവി. ദ്വാദശൈതാനി നാമാനി ലക്ഷ്മീ സംപൂജ്യ യ പഠേത് സ്ഥിരാ ലക്ഷ്മീർ ഭവേത് തസ്യ പുത്രധര അഭിസഹ. ഈ മന്ത്രം ആരാണോ ജപിക്കുന്നത് ആ ജപിക്കുന്ന ആൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പ്രാപ്തമാവുമെന്നാണ് അവസാനം ഈ വരികളുടെ അർത്ഥം. ഇത് ഫലശ്രുതിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഏവർക്കും നന്ദി.